നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണയിൽ അക്ഷരാർത്ഥത്തിൽ ന്യൂയോർക്ക് വലഞ്ഞിരിക്കുകയാണ്. അമേരിക്കയിലാവട്ടെ മരണം 1036 കഴിഞ്ഞിരിക്കുന്നു. ന്യൂയോർക്കിലെ എൽമൻഹാസ്റ്റ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കപ്പെട്ട 14 രോഗികളാണ് മരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിലാണ് ഈ രോഗികളുടെ മരണം എന്നുള്ളതാണ് ഇപ്പോൾ ഞെട്ടിക്കുന്ന വസ്തുത. തീവ്ര പരിചരണ വിഭാഗത്തിലെ രോഗികളുടെ എണ്ണം 100 കവിഞ്ഞെന്ന വാർത്താ മാധ്യമങ്ങൾ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഏതാണ്ട് 80 ലക്ഷം ആളുകളുള്ള ന്യൂയോർക്കിൽ 157 പേർക്കാണ് കോവിഡ് ബാധിതരായി മരണപ്പെട്ടത്. 15,000-ഓളം പേരിൽ കോവിഡ് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു. സാമ്പത്തിക വ്യവസ്ഥയാണോ ജനങ്ങളുടെ ആരോഗ്യമാണോ വലുതെന്ന് നിങ്ങൾ അമേരിക്കയോട് ചോദിച്ചാൽ മനുഷ്യരുടെ ജീവന്റെ വില കൊടുത്ത് എക്കോണമിയെ പിടിച്ചു നിർത്തുവാൻ ആരും തന്നെ പറയില്ല. കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് ഗവർണർ ആൻഡ്രൂ കോമോ ആണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. കോവിഡ് വ്യാപന കാലത്ത് US എക്കോണമി തുറക്കുമെന്ന തരത്തിലുള്ള ട്രംപിന്റെ നിലപാടിനുള്ള മറുപടിയായിരുന്നു കോമിന്റെ ഈ പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ്. 1,10,000 ബെഡുകൾ വേണ്ടിയിരുന്ന സ്ഥലത്ത് 1,40,000 ബെഡിന്റെ ആവശ്യകതയാണ് ഉണ്ടായിരുന്നത്. ഒറ്റ ദിവസം കൊണ്ടാണ് ഇത്രയേറെ ആശങ്ക ഇവിടെ ഉരുവായിരിക്കുന്നത്. 5,300 ബെഡുകൾ മാത്രമേ ഇനിയും ഇവിടെ ലഭ്യമായിട്ടുള്ളൂ. ഇതുവരെ 53,000 ബെഡുകൾ മാത്രമേ നിലവിൽ ഇവിടെയെല്ലാം ലഭ്യമായിട്ടുള്ളൂ. ഇതുവരെ 55,233 കോവിഡ് കേസുകളാണ് അമേരിക്കയിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത്. 800-ഓളം പേർ ഇതിനോടകം തന്നെ മരണപ്പെടുകയും ചെയ്തു. ലോകത്താകമാനം കോവിഡ് ബാധിതരായി മരിച്ചവരുടെ എണ്ണം 18,909 ഇതുവരെ 4,22,989 പേരിലാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ചൈനയിൽ ഇത് 82,000-ഓളം ആർക്കും, ഇറ്റലിയിൽ 70,000 പേർ കോവിഡ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. 55,222 കോവിഡ് ബാധിതരുള്ള അമേരിക്ക കഴിഞ്ഞാൽ സ്പെയിനാണ് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ ഉള്ളത്. ഇതുവരെ 1,00,000-ലധികം പേർ രോഗത്തിൽ നിന്ന് മുക്തി നേടിയെന്നത് ഒരു ശുഭവാർത്തയെ തന്നെയാണ് ഇപ്പോൾ ലോകം കണക്കാക്കുന്നത്. COVID-19 രോഗികൾ നിറഞ്ഞ ആശുപത്രികളിലെ ഡോക്ടർമാർക്കും ക്ഷാമമാണ് നേരിടുന്നത്. പലരും ഓടി നടന്ന് രോഗികളെ പരിചരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഞങ്ങളുടെ എമർജൻസി റൂമുകളിൽ ഇപ്പോൾ കാണുന്നത് ഭയങ്കരമായ ഒരു കാഴ്ചകളാണെന്നുള്ളതാണ് സത്യമെന്നാണ് ന്യൂയോർക്ക് നഗരത്തിലെ ഒരു ഡോക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ ജോലിക്ക് പോയപ്പോൾ കൊറോണ വൈറസ് രോഗികളെന്ന സംശയത്തിലെത്തിയ ഡസൻ കണക്കിന് രോഗികളിൽ 1-2 പേർക്ക് മാത്രമാണ് പോസിറ്റീവായി കണ്ടത്. എന്നാൽ ഇന്നലെ എന്റെ ഷിഫ്റ്റിൽ ഞാൻ പരിചരിച്ച എല്ലാ രോഗികളും കൊറോണ ബാധിതരായിരുന്നുവെന്നും ഇത് അങ്ങേയറ്റം ഗുരുതരാവസ്ഥയിലേക്കാണ് ലോകത്തെ കൊണ്ടുപോകുന്നതെന്നും എല്ലാവരെയും വെന്റിലേറ്ററിലാക്കി ഇപ്പോൾ പരിശോധിച്ചു വരികയാണെന്നും എന്നാൽ കുറെ പേരിലധികം മരിച്ചുവെന്നും ഈ ഡോക്ടർ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിന്റെ അവസ്ഥ, പ്രത്യേകിച്ച് ന്യൂയോർക്ക് പോലുള്ള ഒരു സ്ഥലത്തിന്റെ അവസ്ഥ ഇത്ര കണ്ട് കാര്യക്ഷമമായി മുന്നോട്ട് പോകുമ്പോൾ ലോകം ഭയന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.